ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻസിയായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായി അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ആണ്. കൂടുതൽ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട ക്യാഷ് ബുക്കും ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് കൺസേൺ ഓൺ എ Option A particular date, Option B particular time, Option C particular year, Option D particular month. Answer is Option A particular date. Trial balance is a statement containing balance of all ledger accounts of a business concern on a particular date. രണ്ടാമത്തെ question. If the total of trial balance does not agree, the difference is put to. If the total of trial balance does not agree, the difference is put to. ഏത് അക്കൗണ്ടിലേക്കാണെന്ന്? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി സസ്പെൻസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. സസ്പെൻസ് അക്കൗണ്ട് ആണ് ഉത്തരമായി വരുന്നത്. ഇഫ് ദ ടോട്ടൽ ഓഫ് ട്രയൽ ബാലൻസ് ഡസ് നോട്ട് അഗ്രി, ദ ഡിഫറൻസ് ഈസ് പുട്ട് ടു സസ്പെൻസ് അക്കൗണ്ട്. Question number 3. What happens to suspense account when trial balance is rectified? Option A increases, Option B decreases, Option C disappears, Option D none of the above. Disappears. Answer is disappears. Option C disappears. Suspense account when trial balance is rectified, അതിനുശേഷം അത് disappears ആവും അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ബാലൻസ് ടോട്ടൽ മെത്തേഡ്, ഓപ്ഷൻ ബി ബാലൻസ് മെത്തേഡ്, ഓപ്ഷൻ സി ടോട്ടൽ മെത്തേഡ്, ഓപ്ഷൻ ഡി ഡബിൾ അക്കൗണ്ടിംഗ് മെത്തേഡ്. ഉത്തരം ഡബിൾ അക്കൗണ്ടിംഗ് മെത്തേഡാണ്. ബാലൻസ് മെത്തേഡ്, ടോട്ടൽ മെത്തേഡ് ആൻഡ് ബാലൻസ്ഡ് ടോട്ടൽ മെത്തേഡ് എന്നീ 3 രീതികളിലാണ് ട്രയൽ ബാലൻസ് സാധാരണയായി പ്രിപ്പയർ ചെയ്യാറുള്ളത്. Fifth question. How many columns are there in trial balance? Option A 4, Option B 8, Option C 3, Option D 5. 3 columns. ആറാമത്തെ ചോദ്യം ട്രയൽ ബാലൻസ് പ്രൂവ്സ് ഡാഷ് ആക്യുറസി ഓഫ് പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ. ഓപ്ഷൻ എ പെർഫോമൻസ്, ഓപ്ഷൻ ബി അക്കൗണ്ടിംഗ്, ഓപ്ഷൻ സി അരിത്തമെറ്റിക്കൽ, ഓപ്ഷൻ ഡി ഫിസിക്കൽ. സെവൻത്ത് ക്വസ്റ്റ്യൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രയൽ ബാലൻസ് വി ക്യാൻ പ്രിപ്പയർ. എന്താണ് ട്രയൽ ബാലൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ജേർണൽ, ഓപ്ഷൻ ഡി ക്യാഷ് ബുക്ക്. ഉത്തരം ഓപ്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്ത ചോദ്യം വിച്ച് ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് financial statements, option B to help in making adjustments, option C to check arithmetical accuracy, option D to help in locating errors between cash book and passbook. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് എന്നത് ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവിൽ ഉൾപ്പെടുന്നതല്ല. ബാക്കിയെല്ലാം ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവാണ്. To help in preparing financial statements, to help in making adjustments, to check arithmetical accuracy. Ninth question, center entries is option A cash sale, option B payment of salary, option C purchase of furniture, option D cash deposit in a bank. Cash deposit in a bank ആണ് സെൻറ്റർ എൻട്രീസിൽ ഉൾപ്പെട്ടത്. പത്താമത്തെ ക്വസ്റ്റ്യൻ ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് ഇൻ വിച്ച് ഓൾ ക്യാഷ് dash and cash dash recorded. Cash book is a book in which all receipts and cash payments are recorded. Cash book is a book. അവിടെ എന്തെല്ലാമാണ് റെക്കോർഡ് ചെയ്യുന്നത്? All receipts and cash receipts payments are recorded. Okay. Next question. Dash is credit balance of bank column of cash book.
ഡാഷ് ഈസ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. ബാങ്ക് കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ലിക്വിഡേഷൻ, ഓപ്ഷൻ ബി ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ സി ഇൻസോൾവൻസി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഓവർ ഡ്രാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഉത്തരം ഓവർ ഡ്രാഫ്റ്റ് ആണ്. 12ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ തരത്തിൽ അതായത് ടൈപ്പിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സിമ്പിൾ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി സിമ്പിൾ ക്യാഷ് ബുക്ക്, ക്യാഷ് അക്കൗണ്ട് ആണ്, രണ്ടാമത്തെ ക്യാഷ് ബുക്കാണ്, ഓപ്ഷൻ സി പെറ്റി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി ബാങ്ക് കോളം ക്യാഷ് ബുക്ക്. ഉൾപ്പെടാത്തത് അക്കൗണ്ട് ആണ്. സിമ്പിൾ ക്യാഷ് അക്കൗണ്ട് എന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. ബാക്കിയെല്ലാം സിമ്പിൾ ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എല്ലാം ക്യാഷ് ബുക്കിൻ്റെ ടൈപ്സിൽ ഉൾപ്പെടുന്നവയാണ്. 13ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് എൻട്രി ഹാപ്പൻസ് ഇൻ എ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ ഏത് തരത്തിലുള്ള എൻട്രിയാണ് നടത്തുന്നത്? ഓപ്ഷൻ എ സ്പെഷ്യൽ എൻട്രി, ഓപ്ഷൻ ബി ഒറിജിനൽ എൻട്രി, ഓപ്ഷൻ സി സെക്കൻഡറി എൻട്രി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഒറിജിനൽ എൻട്രി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആൻ എൻട്രി മെയ്ഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ ക്യാഷ് ബുക്ക് കോൾഡ്. ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡ്സിലും വരുന്ന എൻട്രികളെ എന്തു പറയും? ഓപ്ഷൻ എ കോൺട്രാ എൻട്രി, ഓപ്ഷൻ ബി കോമ്പൗണ്ട് എൻട്രി, ഓപ്ഷൻ സി ജനറൽ എൻട്രി, ഓപ്ഷൻ ഡി ഡബിൾ എൻട്രി. കോൺട്രാ എൻട്രി എന്നാണ് പറയുക. ഉത്തരം കോൺട്രാ എൻട്രി ആണ്. എൻട്രി മെയ്ഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് കോൺട്രാ എൻട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് will you find the introduction of capital by the owner? ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആണ്. സോ റിസീപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓപ്ഷൻ എ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ സി റിസീപ്റ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻകം. റിസീപ്റ്റ്സ് ആണ് ഉത്തരമായി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ബാലൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ്? What does the balance on the debit side of the cash book indicates? Option A, credit balance as per bank statement. Option B, the total amount is withdrawn from the bank. Option C, total amount deposited in the bank. Option D, none of the above. Credit balance as per the bank statement ആണ് ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഡസ് ദ ബാലൻസ് ഇൻ ദ ക്യാഷ് കോളം ഇൻഡിക്കേറ്റ്സ്? ഡെബിറ്റ്. ക്യാഷ് കോളം ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. ഉത്തരം ഡെബിറ്റ് ആണ്. അടുത്ത ചോദ്യം, ഹൗ മെനി കൈൻഡ്സ് ഓഫ് ക്യാഷ് ബുക്ക് ആർ ദർ? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3. ഉത്തരം 3 ആണ്. 3 തരമാണുള്ളത്. സിംഗിൾ കോളം, ഡബിൾ കോളം ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്സ്. 19. ഇഫ് എ കമ്പനി ഇഷ്യൂസ് എ ചെക്ക് ടു പേ ദ അക്കൗണ്ട്സ് പേയബിൾ, വാട്ട് വിൽ ഇറ്റ് ബി ഫോർ? ഇഫ് എ കമ്പനി ഇഷ്യൂസ് എ ചെക്ക് ടു പേ ദ അക്കൗണ്ട്സ് പേയബിൾ, വാട്ട് വിൽ ഇറ്റ് ബി ഫോർ? Option A, to increase the asset for the stakeholders. Option B, to increase the assets of the company. Option C, to decrease the assets and liabilities. Option D, to increase the liabilities for the stakeholders. Option C ആണ് ഉത്തരമായി വരുന്നത്. To decrease the assets and liabilities. To decrease the assets and liabilities. Next question, in which case will a transaction be treated as contra entry? കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ, വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഫ്രം ദ കസ്റ്റമർ. ഓപ്ഷൻ ബി, വെൻ ദ ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓപ്ഷൻ സി, ബോത്ത് ഓഫ് ദി അബവ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. ഉത്തരമായി വരുന്നത് വെൻ ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ആണ് കോൺട്രാ എൻട്രിയായി പരിഗണിക്കുന്നത്. പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ള വിഡ്രോവൽസ് കോൺട്രാ എൻട്രിയായി പരിഗണിക്കാറില്ല. Next question, what is a petty cash book used for recording? Option A, payment of petty cash expenses. Option B, petty cash receipts. C, all cash payments. Option D, all of the above. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. പേയ്മെൻറ്റ് ഓഫ് പെറ്റി ക്യാഷ് എക്സ്പെൻസസ് ആണ് പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. 22ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ക്യാഷ് ബുക്ക് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ്? Option A, all credit and cash sales. Option B, all the transactions that happen. Option C, all receipts and payments in cash.
ഡി ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ സി ആണ് ഓൾ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻ എ ക്യാഷ് ആണ് ക്യാഷ് ബുക്കിൽ സാധാരണയായി റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് വിൽ യു റെക്കോർഡ് ദ ഓഫീസേഴ്സ് ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ക്യാഷ്? ഏത് സൈഡിലാണ്? പേയ്മെൻറ്റ് സൈഡിലാണ്. ഓപ്ഷൻ എ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി റിസീപ്റ്റ്സ്, ഓപ്ഷൻ സി പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ ഡി ഇൻകംസ്. പേയ്മെൻറ്റ് സൈഡിലാണ് ക്യാഷ് ബുക്കിൽ അടയാളപ്പെടുത്തുക. അതായത് വിൽ യു റെക്കോർഡ് ദ ഓഫീസ് ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ക്യാഷ് പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് എ ക്യാഷ് ബുക്ക് കോൺട്രാ എൻട്രി വിച്ച് ഓഫ് ദീസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് കോൺട്രാ എൻട്രി? കോൺട്രാ എൻട്രിയെ പരിഗണിക്കാത്തത്. ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. നമ്മൾ പറഞ്ഞു പേഴ്സണൽ യൂസിനെ ഒരിക്കലും കോൺട്രാ എൻട്രിയെ പരിഗണിക്കാറില്ല. അപ്പോൾ അതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ബി ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക്, ഓൾ ഓഫ് ദി അബവ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. അതൊരു കോൺട്രാ എൻട്രി അല്ല. 25, ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഈസ് ദ ക്യാഷ് റിസീവ്ഡ് റെക്കോർഡഡ്? ക്യാഷ് റിസീവ്ഡ് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൽ ക്യാഷ് റിസീവ്ഡ് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. റെസീപ്റ്റ്സ് ക്രെഡിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് അക്കൗണ്ട് ഈസ് ദ റെഗുലർ ടോട്ടൽ ഓഫ് സെയിൽസ് റിട്ടേൺ ജേർണൽ പോസ്റ്റ്? സെയിൽസ് റിട്ടേൺ ജേർണൽ റെഗുലർ ടോട്ടൽ എവിടെ പോസ്റ്റ് ചെയ്യും? എ ഗുഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, ഓപ്ഷൻ സി സെയിൽസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി എനി ഓഫ് ദീസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഇൻ വിച്ച് അക്കൗണ്ട് ഈസ് ദ റെഗുലർ ടോട്ടൽ ഓഫ് സെയിൽസ് റിട്ടേൺ ജേർണൽ പോസ്റ്റ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ തന്നെയാണ്. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തത് ഏതാണ്? ബാഡ് ഡെറ്റ്, ക്രെഡിറ്റ് പർച്ചേസസ്, ട്രേഡ് ഡിസ്കൗണ്ട്, ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദി അബവ് ആണ് ഉത്തരമായി വരുന്നത്. ഇവയിലൊന്നും തന്നെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 28 പറയണത്, വാട്ട് ഡസ് ദ ക്രെഡിറ്റ് ഇൻ എ ബാങ്ക് അക്കൗണ്ട് റിഫ്ലക്റ്റ് ഇൻ എ ക്യാഷ് ബുക്ക്? വാട്ട് ഡസ് ദ ക്രെഡിറ്റ് ഇൻ എ ബാങ്ക് അക്കൗണ്ട് റിഫ്ലക്റ്റ് ഇൻ എ ക്യാഷ് ബുക്ക്? ഓപ്ഷൻ എ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്, ഓപ്ഷൻ ബി ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക്, ഓപ്ഷൻ സി ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ആണ് ഉത്തരമായി വരുന്നത്. 29, ഇഫ് എ ബിസിനസ് ഈസ് ഓൾറെഡി മെയിൻറ്റെയിനിങ് എ ക്യാഷ് ബുക്ക് വാട്ട് ഡസ് ഇറ്റ് നോട്ട് ഹാവ് ടു മെയിൻറ്റെയിൻ? ഓപ്ഷൻ എ സെയിൽസ് ബുക്ക്, ഓപ്ഷൻ ബി ജേർണൽ പ്രോപ്പർ, ഓപ്ഷൻ സി ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ, ഓപ്ഷൻ ഡി പർച്ചേസ് ബുക്ക്. ഓപ്ഷൻ സി ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30, വാട്ട് ഡു യു കൺസിഡർ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആസ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആസ് ഓപ്ഷൻ എ ക്യാഷ് റിവേഴ്സ്, ഓപ്ഷൻ ബി അക്കൗണ്ട്സ് റിസീവബിൾ, ഓപ്ഷൻ സി ബാങ്ക് ബാലൻസ്, ഓപ്ഷൻ ഡി ക്യാഷ്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അക്കൗണ്ട്സ് റിസീവബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ ബി അക്കൗണ്ട്സ് റിസീവബിൾസ് ആണ്. 31ാമത്തെ ചോദ്യം, വെൻ ഈസ് എ പെറ്റി ക്യാഷ് ഫണ്ട് സപ്പോസ്ഡ് ടു ബി റീപ്ലെനിഷ്ഡ്? ഓപ്ഷൻ എ എവറി 3 months, ഓപ്ഷൻ ബി എവറി ഹാഫ് ഇയർ, ഓപ്ഷൻ സി എവറി ഇയർ, ഓപ്ഷൻ ഡി അറ്റ് ദ എൻഡ് ഓഫ് ദ എവറി അക്കൗണ്ടിങ് ഇയർ. പെറ്റി ക്യാഷ് ബുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ എവറി അക്കൗണ്ട് ഇയർ റീപ്ലെനിഷ് ആവും അല്ലേ. 32, വാട്ട് ഡസ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ്? ഫേവറബിൾ ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് ആണോ, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക്, ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക്, ഓവർ ഡ്രാഫ്റ്റ്? ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ആണ് എപ്പോഴും ഫേവറബിൾ ബാലൻസ് ആയി പരിഗണിക്കുന്നത്. ഫേവറബിൾ ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ആണ്. ഔട്ട് ഓഫ് ദീസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദീസ് വിച്ച് വൺ ഡസ് നോട്ട് അപ്ലൈ ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ബുക്ക്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ലയബിലിറ്റീസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ജേർണലൈസ്ഡ് ലെഡ്ജർ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡബിൾ പർപ്പസ് ബുക്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ലയബിലിറ്റീസ് എന്നത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഇതൊരു ജേർണലൈസ്ഡ് ലെഡ്ജർ ആണ്, ഇതൊരു ഡബിൾ പർപ്പസ് ബുക്കാണ് എന്നതൊക്കെ കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ലയബിലിറ്റീസ് എന്നത് തെറ്റാണ്. അപ്പോൾ അതാണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, വേർ ഡു യു റെക്കോർഡ് ദ ബാലൻസ് ദാറ്റ് ഈസ് ഓവർ ഡ്രോൺ ഇൻ ക്യാഷ് ബുക്ക്?
ഓവർഡ്രോൺ ഇൻ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് സൈഡാണ്, ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഷോൺ സെപ്പറേറ്റ്ലി, നൺ ഓഫ് ദി അബവ്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ആണ് കാണിക്കുന്നത്. 35ാമത്തെ ചോദ്യം, ഇഫ് യു പേ ആൻഡ് റിസീവ് എ ചെക്ക് ഫ്രം ദ ബാങ്ക് ഓൺ ദ സെയിം ഡേ, വേർ വുഡ് യു റെക്കോർഡ് ഇറ്റ്? ഇഫ് യു പേ ആൻഡ് റിസീവ് എ ചെക്ക്, ഒരു ചെക്ക് പേ ചെയ്തു റിസീവ് ചെയ്തു അല്ലേ, ഫ്രം ദ ബാങ്ക് ഓൺ ദ സെയിം ഡേ, വേർ വുഡ് യു റെക്കോർഡ് ഇറ്റ്? ക്യാഷ് കോളം, ബാങ്ക് കോളം, ബോത്ത് ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്. ബാങ്ക് കോളത്തിലാണ് കാണിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ ടേം യൂസ്ഡ് ഫോർ അൺപ്രസൻറ്റഡ് ചെക്ക്? അൺപ്രസൻറ്റഡ് ചെക്ക് ഏത് പേരിലാണ് അറിയപ്പെടുക? ബൗൺസ്ഡ് ചെക്സ് ആണോ, അൺകളക്റ്റഡ് ചെക്സ് ആണോ, അൺക്രെഡിറ്റഡ് ചെക്സ് ആണോ, ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് ആണോ? ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ്. 37ാമത്തെ ചോദ്യം, വേർ ഡു യു എൻറ്റർ എ ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ്? പർച്ചേസ്, സെയിൽസ്, പേയ്മെൻറ്റ്സ്, നൺ ഓഫ് ദി അബവ്. പർച്ചേസ്. വേർ ഡു യു എൻറ്റർ എ ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ്? പർച്ചേസ്. പർച്ചേസ് ആണ് ഉത്തരമായി വരുന്നത്. 38, വിച്ച് ഈസ് ദ മെയിൻ കോളം ഇൻ എ സിമ്പിൾ ക്യാഷ് ബുക്ക് വിത്ത് ജസ്റ്റ് എ സിംഗിൾ കോളം? ക്യാഷ് ആണ് പ്രധാന കോളമായി വരുന്നത്. ഉത്തരം ക്യാഷ് ആണ്. ഓപ്ഷൻ എ ക്യാഷ്. 39, വാട്ട് ഡു യു കോൾ എ ക്യാഷ് ബുക്ക് വിത്ത് ബോത്ത് എ ക്യാഷ് കോളം ആൻഡ് എ ഡിസ്കൗണ്ട് കോളം? ഏത് പേരിലാണ് അറിയപ്പെടുക? പെറ്റി ക്യാഷ് ബുക്ക്, സിമ്പിൾ ക്യാഷ് ബുക്ക്, 2 കോളം ക്യാഷ് ബുക്ക്, നൺ ഓഫ് ദി അബവ്. 2 കോളം ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് കോളം ആൻഡ് എ ഡിസ്കൗണ്ട് കോളം 2 കോളം ക്യാഷ് ബുക്ക് എന്ന് അറിയപ്പെടുന്നു. 40ാമത്തെ ചോദ്യം, ഇഫ് യു ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ് ഇൻ എ ക്യാഷ് ബുക്ക്, വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? അതെന്തിനെ സൂചിപ്പിക്കുന്നു? ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഉത്തരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ക്യാഷ് ബുക്ക്? ബാങ്ക്സ് ക്യാഷ്യർ, കമ്പനീസ് മാനേജർ, കമ്പനീസ് അക്കൗണ്ടൻറ്റ്, ബാങ്ക്. കമ്പനിയുടെ അക്കൗണ്ടൻ്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ക്യാഷ് ബുക്ക്. ഉത്തരമായി വരുന്നത് സി ആണ്. ഓപ്ഷൻ സി, കമ്പനീസ് അക്കൗണ്ടൻറ്റ്. 42ാമത്തെ ചോദ്യം, വെൻ ഡു യു അലൗ എ ക്യാഷ് ഡിസ്കൗണ്ട്? When lump sum amount of money is paid, when there is prompt repayment of debt. Option C, both of the above. Option D, none of the above. എപ്പോഴാണ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത്? പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ്, കടം പ്രോംപ്റ്റ് ആയിട്ട് റീപേ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്, when there is prompt repayment of debt. 43ാമത്തെ ചോദ്യം, ഓൺ വിച്ച് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഡു യു റെക്കോർഡ് ദ റെൻറ്റ് എക്സ്പെൻസ്? റെൻറ്റ് എക്സ്പെൻസ് എവിടെയാണ് കാണിക്കുക? പേയ്മെൻറ്റ്സിലാണ് കാണിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻകം, എക്സ്പെൻഡിച്ചർ, റിസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ്. പേയ്മെൻറ്റ് സൈഡിലാണ് ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത്. 44ാമത്തെ ചോദ്യം, ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ വിൽ യു നോട്ട് റെക്കോർഡ് ഇൻ എ ക്യാഷ് ബുക്ക്? ഇതിലേതാണ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തത്? ട്രേഡ് ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്, ഫ്രൈറ്റ് ചാർജസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഇതിൽ ബാഡ് ഡെറ്റ് കാണിക്കാറില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്, ബാഡ് ഡെറ്റ്സ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട്, ഫ്രൈറ്റ് ചാർജസ് ആൻഡ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉൾക്കൊള്ളിക്കും, ബാഡ് ഡെറ്റ്സ് ഉൾക്കൊള്ളിക്കാറില്ല. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ എ ബാങ്ക് റിട്ടേൺസ് എ ചെക്ക് ആൻഡ് മാർക്സ് ഇറ്റ് ആസ് NSF എന്ന് എഴുതി കഴിഞ്ഞാൽ അതെന്താണ് അർത്ഥമാക്കുന്നത്? ഇൻസഫീഷ്യൻറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട്, ഫോർജ്ഡ് ചെക്ക്, ക്യാഷ് ഡിനൈഡ് ഡ്യൂ ടു ഇല്ലീഗൽ ചെക്ക്, നൺ ഓഫ് ദി അബവ്. NSF എന്ന് പറഞ്ഞാൽ ഇൻസഫീഷ്യൻറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. 46ാമത്തെ ചോദ്യം, വാട്ട് ഡു യു കോൾ എ ചെക്ക് ഓൾറെഡി ഇഷ്യൂഡ് ബൈ എ കമ്പനി ആൻഡ് ഈസ് യെറ്റ് ടു ബി പ്രസൻറ്റഡ് ടു ദ ബാങ്ക്? ചെക്ക് ഓൾറെഡി ഇഷ്യൂഡ് ബൈ എ കമ്പനി പക്ഷേ യെറ്റ് ടു ബി പ്രസൻറ്റഡ് ടു ദ ബാങ്ക്, അതിന് ഏത് പേരില്ല? അൺക്രെഡിറ്റഡ് ചെക്കാണോ, അൺകളക്റ്റഡ് ചെക്കാണോ, ബൗൺസ്ഡ് ചെക്കാണോ, ഔട്ട്സ്റ്റാൻഡിങ് ചെക്കാണോ? അതിന് ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. ഓപ്ഷൻ ഡി, ഔട്ട്സ്റ്റാൻഡിങ് ചെക്കാണ്. ഓക്കെ. 47ാമത്തെ ചോദ്യം, വാട്ട് ഡു യു കോൾ എ ക്യാഷ് ബുക്ക് ദാറ്റ് എ ബിസിനസ് യൂസസ് ടു റെക്കോർഡ് സ്മോൾ പേയ്മെൻറ്റ്സ്? സ്മോൾ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് ബുക്കിലാണ്? പെറ്റി ക്യാഷ് ബുക്ക്, സിമ്പിൾ ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ഓൾ ഓഫ് ദി അബവ്. പെറ്റി ക്യാഷ് ബുക്കാണ് ഉത്തരമായി വരുന്നത്, പെറ്റി ക്യാഷ് ബുക്ക്. ഡു യു റെക്കോർഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ് ഇൻ എ ക്യാഷ് ബുക്ക് കോളം? ബാങ്ക് കോളത്തിലാണ് റെക്കോർഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ് ഇൻ എ ക്യാഷ് ബുക്ക് കോളം, ബാങ്ക് കോളത്തിൽ അടയാളപ്പെടുത്തും. നെക്സ്റ്റ്, ഔട്ട് ഓഫ് ദീസ്
വിച്ച് ഈസ് ദ അതർ അക്കൗണ്ട് റിലേറ്റഡ് ടു ദ ക്യാഷ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടത് പേഴ്സണൽ ആണോ, നോമിനൽ ആണോ, റിയൽ ആണോ, നൺ ഓഫ് ദി എബവ് ആണ്? റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ. 50ാമത്തെ ചോദ്യം, ഇൻ വിച്ച് കൈൻഡ് ഓഫ് എ ക്യാഷ് ബുക്ക് ഡു യു റെക്കോർഡ് എ കോൺട്രാ എൻട്രി? ഓപ്ഷൻ എ സിംഗിൾ കോളം, ഓപ്ഷൻ ബി ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി 3 കോളം ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി ബോത്ത് ഡബിൾ ആൻഡ് 3 കോളം ക്യാഷ് ബുക്ക്. ഉത്തരമായി വരുന്നത് 3 കോളം ക്യാഷ് ബുക്കാണ്. ഇൻ വിച്ച് കൈൻഡ് ഓഫ് ക്യാഷ് ബുക്ക് ഡു യു റെക്കോർഡ് എ കോൺട്രാ എൻട്രി? കോൺട്രാ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് 3 കോളം ക്യാഷ് ബുക്കിലാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്